ഹായ്, എല്ലാവർക്കും ജോ കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുക്കുന്നത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതായത് ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അയമോദകമാണ്. അതൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അയമോദകം കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്നത് പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് എടുത്തിട്ട് ഓരോ ഉരുളകളാക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഉരുളയുടെ വലിപ്പമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് മുറിച്ചിട്ട് എടുത്ത് വറക്കാനാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പൊടിയെടുക്കുന്നത് ഗോതമ്പ് പൊടിയിൽ മുക്കിയതിന് ശേഷമാണ് ഞാൻ ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. അപ്പോൾ പൊടി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇത് ഒത്തിരി കനം കുറച്ചും പരത്തേണ്ട, ഒത്തിരി കട്ടിയിലും അല്ലാത്ത രീതിയിലാണ് ഇതൊന്ന് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് മുറിച്ചിട്ട് വറക്കുന്നത് കൊണ്ട് ഈ ഒരു കനത്തിലാണ് ഞാനിതൊന്ന് പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ നമുക്കിത് മുറിച്ചെടുക്കാം. ഞാനിതൊരു ഡയമണ്ട് ആകൃതിയിലൊക്കെ വരുന്ന രീതിയിലാണ് ഇതൊന്ന് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ വേണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അതുപോലെ ഷെയർ ചെയ്യുകയും വേണം. ഇപ്പം ഞാനിവിടെ കുറച്ച് നന്നായിട്ട് ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമുക്കിത് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് വീർത്ത് വരും. അതുപോലെ പെട്ടെന്ന് തന്നെ കളർ മാറുകയും ചെയ്യും. അപ്പം നന്നായിട്ട് കളർ മാറുന്ന ഒരു സമയത്ത് ഇതൊന്ന് ഇളക്കിയും കൊടുത്തതിന് ശേഷം നമ്മളിത് പാനിൽ നിന്നും എടുക്കാവുന്നതാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി പാനിൽ നിന്നും എടുത്തു മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാതും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിവിടെ ഞാൻ എല്ലാതും വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ടേസ്റ്റി സ്നാക്കാണ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കൂടുതൽ ടേസ്റ്റോടെ വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും അതുപോലെ 1/4 ടീസ്പൂണോളം ചാറ്റ് മസാലയും കുറച്ച് ഉപ്പും കൂടെ ഇടുന്നുണ്ട്. നമ്മൾ ഉപ്പിട്ടിട്ടാണ് കുഴച്ചെടുത്തതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത്രേ ഉള്ളൂ പരിപാടി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.